നമസ്കാരം. ന്യൂസ് സമന്വയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ, രേണു സുധി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നു. നേരത്തെ ആർട്ടിസ്റ്റ് അല്ലായിരുന്നു, ഒരു ആർട്ടിസ്റ്റിൻ്റെ വൈഫായിരുന്നു. ആ കാലത്തിൽ പൊലിഞ്ഞുപോയ സുധിയുടെ ഭാര്യ. അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലില്ലേ? അപ്പം ഇന്നലെ ഒരു പാതിരി പറയുന്നത് കേട്ടു, ഒരു പള്ളിയിലച്ചൻ വീട് കൊടുക്കാൻ തോന്നുന്നില്ല, അത് കൊടുക്കണ്ടായിരുന്നു. ശരി, നിങ്ങളുടെ ആളുകൾക്ക് തന്നെ അന്ന് കൊടുത്താൽ മതിയായിരുന്നല്ലോ, എന്തിനാ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഈ വർത്തമാനം പറയുന്നത് ഏതച്ഛനാണേലും പള്ളിയിലച്ഛനാണേലും നമ്പൂരിയാണേലും ഏതവനാണെന്ന് പറഞ്ഞാലും കാണിക്കുന്നത് തെറ്റാണ്. അവരവരുടെ ഒരു തൊഴിൽ തേടി അവർ പോയി. ആ തൊഴിലിനെതിരെ ഭയങ്കരമായ ഇതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതിന് അവളുടെ നിറം, അവളുടെ ആകാരവടിവ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ആളുകൾ പറയുന്നത്. അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ, 2 കുഞ്ഞുങ്ങളെ വളർത്താനുണ്ട് അവർക്ക്. അപ്പം അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാര്യങ്ങൾ കാണും, എന്തെങ്കിലുമൊക്കെ കാണും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കേണ്ടത് തന്നെ. സുധി എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടൻ്റെ വൈഫിനെ ഇതുപോലെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. പിന്നെ അവർ കഞ്ചാവിനോ അങ്ങനെയുള്ള അഡിക്റ്റൊന്നും ആയിട്ടുള്ള ആളല്ലല്ലോ. അവരെ എന്തിനാണ് ഇങ്ങനെ ഈ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കണമെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. പിന്നെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്. ഈ കേരളം ശരിക്കും നശിച്ചു പോയൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു സ്ത്രീയെ ഇതുപോലെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അവർ ജീവിച്ചു പോട്ടെ, അവരുടെ മക്കൾ 2 പേര് ജീവിക്കാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. അവർക്കും ഇല്ലേ ആഗ്രഹം, അവർക്കും ഒരു പൊതുമധ്യത്തിലൊരു നല്ല ആളാകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനാണ് അവർ കഷ്ടപ്പെടുന്നത്, അതാണ് അവരുടെ ലക്ഷ്യവും. അതിനായി നമ്മൾ അവരെ തുറന്നു വിടുക. അതിന് നമ്മൾ കൂടുതൽ അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അവർ ജീവിക്കട്ടെ. ജയ് ഹിന്ദ്.